Hi dear friends, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ക്രീം ചീസ് എങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ള വീഡിയോ ആണ്. എൻ്റെ റെഡ് വെൽവെറ്റിന്റെ കേക്ക് കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തു ക്രീം ചീസിന്റെ വീഡിയോ ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ക്രീം ചീസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാൽ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 1 kg കേക്ക് ചെയ്യാനുള്ള ക്രീം ചീസ് കിട്ടും. പാലൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അധികം തിളക്കാൻ നിൽക്കരുത്. അതിനു മുമ്പ് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കാം. പാല് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ സിമ്മിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 1 ടീസ്പൂണ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം ചെറുനാരങ്ങയുടെ നീരും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഓരോ ടീസ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും ചെയ്തു പോകരുത്. ഇപ്പോൾ നമ്മുടെ പാല് കുറേശ്ശെ പിരിഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. വിനീഗർ മൊത്തമായിട്ട് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് പാല് പിരിയിച്ചെടുക്കാൻ. പാല് പിരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ പതുക്കെ ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. നല്ല സ്പീഡിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കട്ടകളൊക്കെ ഉടഞ്ഞു പോവും. ഇപ്പോൾ ഞാനിതിലേക്ക് 3 ടീസ്പൂണ് വിനീഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇനി പാല് പിരിയൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ കൂടി നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. 3 ടീസ്പൂൺ ആകുമ്പോൾ തന്നെ ഏകദേശം ആയി കിട്ടും. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളം ഇതുപോലെ വേറിട്ട് നിൽക്കും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഈ ക്രീമിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളഞ്ഞെടുത്താൽ മതി. നമ്മൾ ചീസ് ഊറ്റിയെടുത്തിട്ടുള്ള ഈ വെള്ളം കളയരുത്. ഇത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചീസ് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച വെള്ളത്തിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിൽ വെള്ളം കുറവാണ്. ഇപ്പം കട്ടയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ. 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം 1 മിനിറ്റിലേറെ അടിച്ചെടുക്കണത്. ഇപ്പം ഞാൻ ഈ ചീസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. ഇത് ഒരുപാട് വെള്ളം ചേർത്ത് ലൂസാക്കരുത്. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് പറ്റ ലൂസായി പോവും. അപ്പോൾ ഒരു പാകത്തെ വെള്ളം ഈ ഒരു ടൈറ്റിൽ ആയതിനു ശേഷം നമുക്കിത് എടുത്ത് വെക്കാം. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. മൂടി നല്ല ടൈറ്റുള്ളൊരു ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ആക്കിയിട്ട് വേണം ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ. അപ്പോൾ ഞാനിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം. ഞാനൊരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഏകദേശം 2 മിനിറ്റോളം നന്നായിട്ട് അടിച്ചെടുക്കണം. ഒരു തരി പോലും അതിലുണ്ടാവാൻ പാടില്ല. നമ്മൾ നല്ല ക്രീമി ആയിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ക്രീം ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. നമുക്കിത് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചീസ് കേക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. ഇതൊരു 1 വീക്ക് വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അതിൽ കൂടുതൽ സൂക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. ഈ ക്രീം ഉണ്ടാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.